ബട്ടൺ മഷ്റൂം കൊണ്ടുള്ള ഒരു മസാല റോസ്റ്റാണ്, അതായത് പെപ്പർ മസാല റോസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി വീഡിയോ. അതുണ്ടാക്കാനുള്ള മഷ്റൂമാണിത്. നമുക്ക് മഷ്റൂമൊക്കെ പാക്കറ്റ് പൊട്ടിച്ച് കഴുകിയെടുത്ത് പീസായി കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാൻ ചൂടായി വരുമ്പോഴേക്കും ഏകദേശം 1 ടീസ്പൂൺ ജീരകവും 1.5 ടീസ്പൂൺ മല്ലിയും 1/2 ടീസ്പൂൺ വലിയ ജീരകവും 2 ടീസ്പൂൺ മുഴുവനെയുള്ള കുരുമുളകും കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന മസാലകൾക്കൊപ്പം കറി ലീവ്സും കൂടി ഇടുമ്പോഴത്തേക്കും നല്ല മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണമാണ്. അതുകൊണ്ടാണ് കറി ലീവ്സ് കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാണ്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇതാണ് നമ്മുടെ മസാല. നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. മഷ്റൂം നന്നായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ പെപ്പർ പൗഡറും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന മഷ്റൂംസ് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വീതം ഇട്ട് കൊടുത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരല്പം വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ മഷ്റൂം കൂട്ട് ഇതിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. മഷ്റൂമിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് സോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാനായിട്ട്. ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ചുരുങ്ങി വരും. നോൺ വെജൊന്നും കഴിക്കാത്തവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജ് റെസിപ്പി കൂടിയാണിത്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ട് തോന്നുമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതൊരു ഹാഫ് കുക്കാവുന്ന സമയത്ത് നമ്മുടെ ഈ മസാലകളൊക്കെ തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായി ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറിൽ വേണം ഇതിട്ട് പൊടിച്ചെടുക്കാനായിട്ട്. ഇതാണ് നമ്മുടെ മസാല പൊടിച്ചെടുത്ത കൂട്ട്. ഇനി നമുക്ക് 2 മീഡിയം സൈസ് സവോള നല്ല ചോപ്പറിലിട്ട് നന്നായി ചോപ്പ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു പീസിലുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി ചതച്ചൊന്നെടുക്കണം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വരാം. ഇത് ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി മറ്റൊരു പാൻ ചൂടാക്കി അതിലേക്കും കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരല്പം 1/2 സ്പൂണോളം ഗീയും കൂടി ചേർത്ത് ചൂടാക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആദ്യം ഹോൾ സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കയെല്ലാം ഒരല്പം വീതം ഇട്ട് കൊടുത്ത് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് സവാളയും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് സ്ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല കൂട്ടി ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഇനി ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ അധികം പുളിയില്ലാത്ത ഒരു 2 സ്പൂൺ
തൈര് ചേർത്ത് കൊടുക്കണം. അധികം പുളിയൊന്നും ഇല്ലാത്ത പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൂടി ചേർത്ത് ഇളക്കി കൊടുത്തേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒഴിച്ചു കൊടുത്ത പാട് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ തൈരൊക്കെ ഇതിലേക്ക് അബ്സോർബായി നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മുടെ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മഷ്റൂം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി നന്നായി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നന്നായി മിക്സായി കിട്ടിക്കഴിഞ്ഞാൽ നല്ല തിളച്ച വെള്ളം, എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവി ആവശ്യം അത്രയും ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ച് ഒന്ന് തിളപ്പിക്കാം. കറി തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഷുഗർ, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് സ്ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് പാകത്തിന് വെന്ത് കിട്ടും. കറിയൊക്കെ എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കാം. ഇത് നല്ലവണ്ണം എണ്ണയൊക്കെ തെളിഞ്ഞ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഷ്റൂം പെപ്പർ മസാല റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മഷ്റൂം പെപ്പർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പി ആയിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതിലേക്ക് അരിഞ്ഞെടുത്ത മല്ലിയിലയും കൂടി ഇട്ട് നമുക്കിത് സെർവ് ചെയ്യാം.